അർജുൻ്റെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ, അതായത് നെറ്റ്ഫ്ലിക്സ്, ഗൂഗിൾ എന്തായിരിക്കും കാണാൻ പറ്റുക? എന്റെ ഹിസ്റ്ററിയില്ല. ഞാൻ ഇപ്പൊ ലാസ്റ്റ് നോക്കിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സാലറി ഓഫ് ഇന്ത്യൻ പ്രസിഡന്റ്. സത്യമായിട്ടും അങ്ങനെ പല കാര്യം ഞാനിങ്ങനെ പല കാര്യങ്ങൾ ഉണ്ടാവും. ചില കച്ചവടമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം, ഏതെങ്കിലും പിള്ളേരെ പറ്റിയായിരിക്കാം. ഇപ്പൊ നേരത്തെ നോക്കിയത് നമ്മുടെ ഡ്രാഗന്റെ ഡയറക്ടർ പ്രദീപ് ഡ്രാഗന്റെ ആക്ടർ പ്രദീപ് രംഗനാഥ്. പുള്ളിയെ പറ്റി ഞാനിപ്പോ ഒരു മണിക്കൂർ മുന്നേ അങ്ങനെ പലതും ആയിരിക്കും സെർച്ച് ചെയ്യുന്നത്. അങ്ങനെ വെറുതെ ഒരു കാര്യമില്ലാണ്ട് ചൈനയുടെ GDP, ഇന്ത്യ എന്ന് ചൈനയെ മറികടക്കും. ഇല്ല, ഒരു കാര്യമില്ല. അതാ പറയണേ, അങ്ങനത്തെ ഒരു കാര്യമില്ലാത്ത ഹിസ്റ്ററിയാണ് എന്റെ ഹിസ്റ്ററി. തപ്പരുത് മുട്ടി, തപ്പരുത്. എന്റെ സിനിമ ഹിസ്റ്ററിയാണോ ചോദിച്ചത്? സൂര്യടാ, നീ കാണുന്ന സിനിമ ഞാൻ കാണുന്ന വാച്ച് ഹിസ്റ്ററിയോ? ഇല്ല, അത് എല്ലാം കാണും കേട്ടോ, എല്ലാം കാണും. എനിക്ക് ഭയങ്കര കൊലപാതകങ്ങൾ, നല്ല രസമുള്ള കൊലപാതകങ്ങളൊക്കെയാണ് എനിക്ക് ഇഷ്ടമാണ്. അങ്ങനത്തെ കൊലപാതകങ്ങളൊക്കെയാണ് എനിക്ക് ഇഷ്ടം. വെറുതെ ചുമ്മാ കൊന്നിട്ട് പോകാന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ളത് കാണാൻ. കൊല്ലുമ്പോ അതിനൊരു ആർട്ട് ഉണ്ടാവണം. ആർട്ട് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ കൊലപാതകം കാണും. അല്ലെങ്കിൽ പ്രണയ സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല പ്രണയങ്ങളൊക്കെ ഉള്ള നല്ല സിനിമകൾ ഇഷ്ടമാണ്. എല്ലാ ജോണറും പിടിക്കും. കോമഡി ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദിലീപേട്ടൻ്റെ ഒക്കെ 2000-ലും ലാലേട്ടൻ്റെ ഒക്കെ 90-കളിൽ 2000-ലേക്ക് ഇറങ്ങിയ സിനിമകളായിരിക്കും ഞാൻ ഇപ്പോഴും വൈകുന്നേരം ഒരു 9 മണി 9:30 കഴിഞ്ഞാൽ ചിലപ്പോ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുമ്പോൾ എല്ലാരും അങ്ങനെ കോമഡി. എനിക്ക് വേറൊരു ശീലമുണ്ട്. ഭയങ്കര വിശന്ന് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ ഈ യൂട്യൂബിൽ ഇങ്ങനെ അടിക്കും, ജഗതി ഫുഡ് കോമഡി എന്ന് അടിക്കും. ജഗതി ചേട്ടൻ ഭക്ഷണം കഴിക്കുന്ന കോമഡി സീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് ആ പുള്ളി ആസ്വദിച്ച് കഴിക്കുന്നതും എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് ഇതൊക്കെ ഭയങ്കര എനിക്ക് ഹൈ കിട്ടും. ഈയിടയ്ക്ക് ആരോ ഞാൻ പറഞ്ഞു കേട്ടു, ജഗതി ചേട്ടൻ ചിക്കൻ കാല് കടിച്ചു വലിക്കുന്ന കണ്ടാൽ നമുക്കും കഴിക്കാൻ തോന്നും എന്നുള്ളത്. ചിക്കൻ കാല് മാത്രമല്ല, ഈവൻ ഒരു ചിപ്സ് കഴിക്കുമ്പോ പോലും ഉണ്ട്. എനിക്ക് പുള്ളി കഴിക്കുന്ന കാണുമ്പോൾ നമുക്ക് ആ ക്രേവിങ് തരും, പെട്ടെന്ന് നമുക്ക് അത് തിന്നാൻ തോന്നും. അല്ല, അത് ഞാൻ വേറൊരു ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട്. ജഗതി ചേട്ടൻ ഭക്ഷണം കഴിക്കുന്ന 9 ടൈപ്പ്. നമുക്കൊക്കെ സിനിമയിൽ ചിലപ്പോൾ ഞാൻ ഇടുകയാണെങ്കിൽ 1 or 2, പിന്നെ ഡയറക്ടർ തല്ലിയാൽ ചിലപ്പോൾ ഒരു 3 ടൈപ്പൊക്കെ വരുമായിരിക്കും മാക്സിമം കഷ്ടപ്പെട്ട്. പുള്ളിയുടെ വെറുതെ പുള്ളി ചെയ്തൊരു 9 ടൈപ്പ് ഫുഡിങ് ഇങ്ങനെയൊക്കെ പുള്ളി ഒരു ആവശ്യമില്ലാണ്ട് നാക്കൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുമോ? അതാ ചിക്കൻ കാല അടിക്കുമ്പോ ഒന്നായിരിക്കും, ഒരു ഉരുണ്ട് കെട്ടി വെള്ളിടുമ്പോ വേറെ ആയിരിക്കും, വേറെ ആയിരിക്കും, പഴം ഒറ്റയടിക്ക് വിഴുങ്ങിയ വേറെ ആയിരിക്കും, പഴവും അതുപോലെ മുട്ട. സർ, ഈ സിനിമ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ആർട്ട് ഉള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹൈപ്പുള്ള ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്യാം എന്നുള്ളൊരു തീരുമാനം ഉണ്ടാകാതെ സാധാരണ നമ്മുടെ കൂട്ടത്തിലുള്ള, ഇപ്പൊ ഇവരൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ പോലെയാണ്. അപ്പൊ ഇവരെ ചൂസ് ചെയ്യാനുള്ള കാരണം ഒറ്റ കാരണം ഞാൻ പറഞ്ഞോട്ടെ, ഒരേ ഒരു കാരണം, കഴിവുള്ള പിള്ളേരായിരുന്നു പുള്ളിക്ക് വേണ്ടിയത്. അതുകൊണ്ടാണ് ഷോർട്ട് ഫിലിമിൽ എന്നെ വിളിച്ചത് പോലും. എടാ നിനക്ക് വർഷങ്ങൾക്ക് മുമ്പുള്ള ഷോർട്ട് ഫിലിം. അതെ, ആ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞ ഇനി ഇതെങ്കിലും നീ അഭിനയിക്കണം എന്ന് പറഞ്ഞു. അല്ല, കഴിവുള്ളത് കൊണ്ടാണ് ഇവരൊക്കെ സെലക്ട് ചെയ്തത്. എനിക്കറിയില്ല കേട്ടോ, പക്ഷെ നിന്നെ സെലക്ട് ചെയ്തത് അതുകൊണ്ടാണ്. ആണോ? ഇത് കേൾക്കാൻ വേണ്ടി ചോദിക്കുന്നത്. അല്ല, ഇനി ചേട്ടൻ പറഞ്ഞോ. ആപ്റ്റായിട്ടുള്ള ആൾക്കാര് ആണ്. നമ്മൾ സ്റ്റാർഡും കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല ഇതിനകത്ത്. നമുക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു പ്രൊഡക്ഷന്റെ സൈഡിൽ നിന്ന്. കറക്റ്റ് ആപ്റ്റായ ആളുകളെ സെലക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പൊ നമ്മളെല്ലാം വാച്ച് ചെയ്തിട്ടാണ്. ഇപ്പോൾ അശ്വിൻ ചെയ്ത റൊണാൾഡോയുടെ ക്യാരക്ടർ, അമ്മയുടെ അടുത്ത് ഒരു കുഞ്ഞായിരിക്കണം, മടിയിലൊക്കെ കിടക്കുന്നുണ്ട് അമ്മയുടെ അടുത്ത് ഒരു കുഞ്ഞായിരിക്കണം, അപ്പന്റെ അടുത്ത് കുറച്ചൊന്ന് പേടിച്ചൊക്കെ നിൽക്കണം, ഒരു പ്രൊഡ്യൂസറിന്റെ അടുത്ത് പോകുമ്പോ മറ്റെന്താ പറയാ ഒരു ടെൻഷനും കാര്യങ്ങള്, അമ്മായിപ്പന്റെ അടുത്ത് നിൽക്കുമ്പോ വേറൊരു മോഡ്, നായികനെ കാണുമ്പോ കുറച്ച് കലിപ്പൻ സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ അത് ഇവന് പറ്റും എന്ന് പറയുന്ന ഒരു സംഭവത്തിലാണ് അശ്വിനെ സെലക്ട് ചെയ്യുന്നത്. എല്ലാവരെ കുറിച്ചും ചിന്തിച്ചിട്ട് തന്നെയാണ്. ഒരു സ്റ്റാർസിനെ കിട്ടാഞ്ഞിട്ട് ഒന്നുമല്ല. ഈ സിനിമയിലെ എല്ലാവരെയും കാസ്റ്റ് ചെയ്തത് ബെസ്റ്റ് അവരാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഈവൻ അഭിനയിക്കുമ്പോ പോലും പറഞ്ഞോണ്ടിരിക്കുമ്പോഴേ ഞാന് സത്യം പറഞ്ഞാൽ ഞാൻ എന്ത് റിയാക്ഷൻ ഇടുവെന്ന് നമ്മളെ പറയുവാണ്. എന്റെ മനസ്സിൽ പോകുന്ന മീം ഏതായോ,
ജയറാമേട്ടനെ പറ്റി ഇവിടെ എല്ലാം പോവും. അത് വരല്ലേ എടാ ശരി, അഭിനയിക്കുമ്പോ പോലും ചേട്ടൻ നമുക്ക് തരുന്നൊരു സ്പേസ് ഉണ്ട്. അല്ലെങ്കിൽ ചേട്ടാ ഇപ്പൊ ചിലപ്പോ ഒന്ന് എവിടെയെങ്കിലും അനങ്ങിയത് കറക്റ്റ് അല്ലെങ്കിൽ ചേട്ടാ അത് ഓക്കെ ആണോന്ന് ചോദിക്കുമ്പോൾ പുള്ളി നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് പിന്നെയും റീടേക്ക് പോകാനായിട്ട് ചേട്ടൻ സഹായിച്ചിരുന്നു. ചേട്ടാ ഒന്നുകൂടി ചെയ്തോട്ടെ എന്ന് ചോദിക്കാം. മേ ബി അതൊരു ഫ്രണ്ട്ഷിപ്പ് കാരണമായിരിക്കാം, അത് എല്ലായിടത്തും നടക്കില്ലായിരിക്കാം. എനിക്കൊക്കെ ഭയങ്കര പേടിയാ. ഒന്നാമത് നമ്മൾ ഒരു സ്ഥലത്ത് എത്താത്തൊരു ആക്ടർ ആയത് കാരണം മറ്റൊരു ഡയറക്ടറിന്റെ അടുത്ത് എത്തുമ്പോൾ ചോദിക്കാൻ പേടിയാ. ഇവിടെ അത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ചേട്ടൻ നന്നായിട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ചേട്ടൻ തന്നൊരു കംഫർട്ടബിലിറ്റി, ഒരു സോൺ വാസ് സോ ഗുഡ്. അതുകൊണ്ട് തന്നെ എനിക്കത് അതിന്റെ ഔട്ട് വന്നപ്പോഴും അങ്ങനെയാണ് ചേട്ടാ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറഞ്ഞു. ഈ കൂടുതൽ ഏറ്റവും കൂടുതൽ റീടേക്ക് എടുപ്പിച്ച ആരാണ്? അങ്ങനെ ആരുമില്ല. ആരുമില്ല, എല്ലാരും 1-2 ഷോട്ടിലൊക്കെ ഞാൻ അങ്ങോട്ട് മാറി. ചേട്ടനോട് കുറെ പറ്റേ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു സാധനം വേണോ അങ്ങനെയൊക്കെ കൺഫ്യൂഷനൊക്കെ ആക്കും ചിലപ്പോ. അപ്പൊ നമ്മള് ഡിസിഷൻ എടുക്കണം, അത് വേണോ ഇത് വേണോ ഇങ്ങനെ വേണോ അങ്ങനെ വേണോ എന്നൊക്കെ ചോദിക്കും. അത് ഇതില് ഏതാണ് അത് ഒരു സാധനം വേറെ ഒരു സാധനം അല്ല, ലാസ്റ്റ് ഞാൻ പറയുന്നത് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട്. അല്ല അതല്ല, നമുക്ക് അങ്ങനല്ല. നമ്മൾ ഈ ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ പെർഫോം ചെയ്യുമ്പോഴേ നമുക്ക് ആ ഒരു ഇവർക്ക്, കാരണം എന്റെ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ മുൻപുള്ള ഒരു സിനിമ എന്റെ ഫസ്റ്റ് സിനിമയാണെങ്കിൽ ചേട്ടനെ സംബന്ധിച്ച് ആരും കണ്ടിട്ടില്ലല്ലോ. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ എടുക്കാൻ പറ്റും. നമ്മൾ ഇതിന് മുൻപ് സിനിമകൾ ചെയ്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ നമ്മൾ മുൻപ് ചെയ്ത നമ്മുടെ വർക്കൗട്ട് ആയ ചില റിയാക്ഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും, എന്താ സാധനങ്ങൾ. അപ്പോ നമുക്ക് ചിലപ്പോൾ ചോദിക്കേണ്ടി വരും, ഏതാ വേറൊരു ഓപ്ഷൻ തരട്ടെ എന്ന് ചോദിക്കേണ്ടി വരും. കാരണം നമ്മൾ മുൻപ് ചെയ്തു വെച്ചത് തന്നെ വരാതിരിക്കും. ചേട്ടനോട് ഫസ്റ്റ് ഡേ തന്നെ ഒരു സീൻ ഞാൻ അഭിനയിച്ചപ്പോൾ എൻ്റെ ഒരു ബോഡി ലാംഗ്വേജിൽ വന്ന ഒരു ചേഞ്ച് ചേട്ടൻ എന്നോട് പറഞ്ഞു. കാരണം അത് ഞാൻ മറ്റു സിനിമകളിൽ ഞാൻ ചെയ്യുന്ന ഒരു സാധനമാണ്, ഡയറക്ടേഴ്സിന് ആ ബോഡി ലാംഗ്വേജ് ഇഷ്ടമാണ്. പക്ഷെ ഇതില് ചേട്ടൻ അത് വേണ്ട, വേടാ എനിക്ക് നിന്റെ വേറൊരു ബോഡി ലാംഗ്വേജ് എനിക്ക് ഇതിനകത്ത് വർക്ക് ചെയ്ത് തരും. അപ്പം അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും ചില സീൻ വരുമ്പോ അതിനൊരു എപ്പോഴും ഒരു 3 ഓപ്ഷൻസ് ഞാൻ ചേട്ടനോട് ചോദിക്കും. ഇതാണ് ഒരു ആക്ടർ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്ന്. ഒരു നല്ല ഡയറക്ടറെ കിട്ടാന്നുള്ള, അല്ലെങ്കിൽ നമുക്ക് അടുത്ത പടത്തിൽ വിളിക്കണേ. അടുത്ത പടം എപ്പോ ചെയ്യാനാ പ്ലാൻ ചെയ്യുന്നത്? ഉടനെ ഡിസ്കഷൻസിലാണ്. അപ്പം ഇവരൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ? പ്രത്യേകിച്ച് ഒരുപാട് നിർബന്ധിക്കുന്നു നായകനാവണമെന്ന്. ഞാൻ പറഞ്ഞു അശ്വിൻ തന്നെ മതി, ഒരു സെക്കൻഡ് ഹീറോ പരിപാടി പിടിച്ചോളാം എന്ന് ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. ചാൻസ് ഇവിടെ ചോദിച്ചു. എന്താ ചേട്ടനോട് നമ്മള് ചാൻസ് ചോദിക്കുന്നതിലും ബെറ്റർ നമ്മൾ പ്രാർത്ഥിക്കാറില്ല ചേട്ടൻ മനസ്സിലുള്ള ആള് നമ്മളാവട്ടെ. കാരണം അതാണ് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റുകളെയൊക്കെ പോകാൻ ഓപ്ഷൻ ഉള്ള ആദ്യ സിനിമയല്ലേ. ഉറപ്പായിട്ടും ആദ്യ സിനിമയിൽ നമ്മൾ ഏറ്റവും റിസ്ക് എടുക്കില്ല. അപ്പൊ അങ്ങനെ ഒരു ചിന്തയുള്ളിടത്ത് ആ ആദ്യ സിനിമയിൽ ഞങ്ങളെപ്പോ ഉള്ളവരെ വെക്കാൻ ചിന്തിച്ചില്ലേ. അപ്പൊ ആ ചിന്തയാണ് നമ്മൾ പറയണത്, അല്ലാതെ നമ്മൾ പറഞ്ഞിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, മനസ്സിലുള്ള വേണേ എനിക്കും പ്രാർത്ഥിക്കാം അല്ലേ? കുട്ടിയും പ്രാർത്ഥിക്കും. ചേട്ടൻ വലിയൊരു സെറ്റപ്പിൽ എത്തട്ടെ. കുട്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഞാൻ പ്രാർത്ഥിക്കാം. അതല്ല, ഞാൻ പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാം? മനസ്സിലായത് വേണ്ട, എന്നെ വിളിക്കുന്നേ. അല്ല, ചേട്ടന്റെ മനസ്സിലുള്ള ക്യാരക്ടർ എന്നെ പോലെ ഒരാളാവട്ടെ. എനിക്ക് വേണേ പ്രാർത്ഥിക്കാം. അല്ല അതിനെ ഇവിടെ 2 മുട്ട വെച്ചിട്ട് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.